വീരേന്ദ്രൻ തമ്പുരാൻ വന്നിട്ടുണ്ട്. കാണണമെന്ന് പറഞ്ഞു. കാണാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞേക്കൂ. കാണാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു. നന്നായി. കാണാനും സംസാരിക്കാനും പറ്റിയ ആളല്ല. ബലാത്സംഗ കേസിലൊക്കെ പ്രതിയാണെന്നാ കേട്ടത്. മായേ, ഇതുപോലൊരു നാടകം കളിച്ച് നിന്റെ മുന്നിൽ വരേണ്ടി വന്നതില് എനിക്ക് ദുഃഖമുണ്ട്. സത്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അനിറ്റ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കണം. ഇനി എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ നാടകം കളിച്ച് എന്റെ മുന്നിൽ വന്നാലും ശരി, ഇനി എന്നെ മനസ്സ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. മായേ, എന്നോടുള്ള ദേഷ്യം തീർക്കാൻ നീ പാഴാക്കുന്ന നിന്റെ ജീവിതം. ഈ കൊട്ടാരത്തിനകത്തിട്ട് ഇവിടെയുള്ളവരെല്ലാരും കൂടി നിന്നെ കൊല്ലും. ഞാൻ എപ്പോഴേ മരിച്ചതാ. അപ്പോഴും തന്നെയല്ല എന്നെ കൊന്നത്. നീ നീ എന്നെ എങ്ങനെ ശിക്ഷിക്കരുത് മായേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് എന്റെയാണ്. 3 പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ ദാരിദ്ര്യം മുതലെടുത്ത ഒരാൾ വന്നു കയറിയത് എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇനി എന്നെ കൺമുമ്പിൽ നിങ്ങൾ വരരുത്. എല്ലാം ഞാൻ മറക്കുകയാണ്. എല്ലാം. നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്റെ മനസ്സിൽ നിന്നെ ആട്ടി പുറത്താക്കാൻ കഴിയില്ല മായേ. അത് നീ സമ്മതിക്കും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പുവായിട്ടല്ല, വീരേന്ദ്രനായിട്ട്, നിനക്ക് യോജിച്ച രാജകുമാരനായിട്ട്. മായയെ കുറ്റം പറയാൻ കഴിയില്ല. അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറൂ. എന്ന് വെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട. എല്ലാം ശരിയാവും. ശരിയാവും എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഏയ്, പടിയേറ്റിന് 2-3 ദിവസം കൂടി ഉള്ളൂ. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ ഇനിയിപ്പോ എങ്ങനെ? നീ സമാധാനപ്പെട്. എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. നിങ്ങളെന്ന് പറഞ്ഞില്ലേ ഒരു സ്നേഹിതന്റെ കാര്യം? ഇരുവട്ടാറിലെ ഒരു അപ്പു. ആ അപ്പു ആളെങ്ങനാ? എന്തേ? അല്ല, ഒരു വായ നോക്കിയാണെന്ന് ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാ. അതും വെറുതെ പറഞ്ഞതാ. അപ്പുവിന്റെ അത്രയും സൽസ്വഭാവിയും നല്ലവനുമായ ഒരുത്തനെ കാണാൻ തന്നെ കിട്ടില്ലേ? എന്നാ എനിക്കും അങ്ങനെ തോന്നി. എന്തേ അപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, അപ്പു ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പു വീരേന്ദ്രനെ കാണുന്നു. സ്നേഹിതനാണെന്നും പറഞ്ഞ എന്റെ അടുത്ത നിമിഷം ഞാൻ ഇയാളുടെ ചോദിച്ചു, അപ്പു അല്ലേന്ന്. അപ്പോ ഇയാളുടെ മുഖത്തുണ്ടായൊരു ഭാവപ്പേർച്ച അവർണ്ണനീയം തന്നെ. आप एक पल के अंदर मुझे पहचान लिया? अरे वाह, मैं आपको अभिनंदन करता हूँ. शुक्रिया शुक्रिया. അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ട് अब जाते हैं. बैठो. അല്ല, അത് अरे आप दोनों बैठिए ना. आप कैसे हैं? यहाँ की खाने पीने के इंतजाम ठीक तो है ना? അച്ഛാ. അച്ഛാ അച്ഛാ. ये सब छोड़ो ना, आपका नाम कहिए. नाम नाम बताओ. വീരേന്ദ്രൻ. बैठिए ना. साले, ये वीरेंद्र को पहले कभी तू देखा है? ഈ വീരേന്ദ്രന്റെ മുമ്പ് എപ്പോഴെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഇനി എന്നെ പറ്റി ഞാൻ പറയാം. എന്റെ പേര് അപ്പു. തിരുവട്ടാറിലെ ഒരു കൃഷിക്കാരൻ. ഇവിടെ തമ്പുരാട്ടിയാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പെൺകുട്ടിയെ, അവൾ എന്റെ പെണ്ണ. അവളെ തിരികെ കൊണ്ടുപോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ആരെ ബേക്കോ വീരേന്ദ്ര മേഹവും. നിക്ക്, പേടിക്കണ്ട. ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നത്, മറിച്ച് സഹായിക്കാനാ. നീ ഞാനായിട്ടല്ല, എന്റെ അച്ഛനായിട്ട് വന്നാൽ പോലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ അമ്മ പോലും നിന്നെ അംഗീകരിച്ചില്ല. ഇനി ഞാനായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ കൊട്ടാരവും സ്വത്തുക്കളും എന്തിന്? എന്റെ അമ്മയെ പോലും പണ്ടേ ഞാൻ ഉപേക്ഷിച്ച. പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് ഈ കൊട്ടാരത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കിരീടം. കിരീടോ? അതെ. എന്താ, അതും നിനക്ക് വേണമെന്നുണ്ടോ? ഏയ്, എനിക്ക് വേണ്ട. ഞാനൊരു തൊപ്പി പോലും തലയെ വെക്കാറില്ല, പിന്നെന്തിനാ കിരീടം? പക്ഷേ എനിക്കത് തലയിൽ ചൂടി കുറച്ചു ദിവസം കഴിയണം. ആ കിരീടത്തിന് ഞാൻ അവകാശമായിരിക്കാൻ വേണ്ടിയാ എന്റെ അച്ഛനെ അവർ കുത്തി നുറുക്കിയത്, എന്നെ എന്റെ അമ്മയോട് നാട്ടി പായിച്ചത്. ഇപ്പോ അതിനൊരു അവകാശം ഉണ്ടാവാൻ പോവാ. അതിനു മുമ്പ് എനിക്കത് കിട്ടണം. അതും കൊണ്ടേ ഞാൻ ഇവിടെ പോകും.
കൊണ്ടുപോയിക്കോളൂ. അത് മാത്രമല്ല വേറെ എന്ത് വേണമെങ്കിൽ എടുത്തോ. എനിക്ക് ഒരു വിരോധമില്ല. ഇത്രയും ബുദ്ധിമുട്ട് ഞാനിവിടെ വന്ന് നിന്റെ അനുവാദത്തിനല്ല. ആ കിരീടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മഹാരാജാവിന് മാത്രമേ അറിയൂ. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ നീ വിചാരിച്ചാൽ സാധിക്കും. നിനക്ക് മാത്രമേ ഇപ്പൊ അതിന് കഴിയൂ. ഈശ്വര, അടുത്ത കുരിശു എത്തിയല്ലോ. എന്താ, നിനക്ക് ബുദ്ധിമുട്ടാണോ? അതെ, അല്പം ബുദ്ധിമുട്ടാ. എടുത്തു ചാടിയൊന്നും പറയില്ലേ അപ്പു. നീ ഇത്രയും കാലം ബുദ്ധിമുട്ടിയത് നിന്റെ മായയ്ക്ക് വേണ്ടിയല്ലേ? അതുപോലെ ഞാൻ ഇക്കാലത്രയും കാത്തിരുന്നത് ആ കിരീടത്തിന് വേണ്ടിയാ. നീ എന്നെ സഹായിച്ചാ ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ മായയെ ഭദ്രമായിട്ട് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട. പിന്നെ ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് നിന്റെ അസ്ഥികൾ ഓരോന്നായി നുറുക്കും. പിന്നെ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം കിട്ടുന്ന തല്ല് വേറെ. അതിനെല്ലാം പുറമെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ നിന്റെ മായയെ കാണുകയില്ല. ഇത് വീരേന്ദ്രനാ പറയുന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ ഇനി പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ. എന്താടാ? വെള്ളം, പാനി. ആ, എന്താ ഇങ്ങോട്ടൊക്കെ? ഗ്രന്ഥപ്പരയില് വെളിച്ചം കണ്ടപ്പോ ആരാവും ഈ രാത്രി എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പടിയേറ്റിന്റെ ചടങ്ങുകളെ കുറിച്ച് ഒന്നുകൂടി പരിശോധിക്കണമെന്ന് തോന്നി. ആ, എല്ലാം നോക്കിക്കഴിഞ്ഞല്ലേ, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലോ. ഉവ്, എന്നാലും എവിടെയോ ഒരു കുഴപ്പം പോലെ, ഏതോ ഒരു കണ്ണി ഇപ്പോഴും ഇടങ്ങാത്തതുപോലെ. എവിടെയും ഒരു പിഴവും വന്നുകൂടാ. ഈ കൊട്ടാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ചടങ്ങ് നടന്നിട്ടില്ല. തല മുതിർന്നവർക്ക് പോലും പടിയേറ്റിനെ കുറിച്ച് കേട്ടുകഴിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ സംശയം കെടുത്ത് തീരാത്തെ. ഇത്ര ഒരുക്കങ്ങളൊക്കെ കൂട്ടിയിട്ടും ഈ ചടങ്ങെങ്ങാനും നടക്കാതെ വന്ന എന്താ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഏയ് ഒന്നുമില്ല, വെറുതെ ഒരു സംശയം. ഒരു സംശയവും വേണ്ട, ഈ ചടങ്ങ് നടക്കും. പരദേവതകൾ എന്നെ ചതിക്കില്ല. അല്ല, ഇനി ആ കുട്ടിയെങ്ങാനും ഇതിന് തയ്യാറല്ലെന്ന്? വേണ്ട, ആ വഴിക്കുള്ള സംസാരമൊന്നും വേണ്ട. അങ്ങനെയൊക്കെ കേൾക്കാൻ തന്നെ എനിക്ക് കഴിയില്ല. തനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ആ ഗ്രന്ഥം ഒന്ന് മറിച്ചു നോക്കുക. പടിയേറ്റ് നടക്കുമ്പോ എന്തെങ്കിലും കുറവ് എവിടെയെങ്കിലും കണ്ടാൽ ചൂണ്ടിക്കാണിക്കാലോ. തീർത്ഥാഭിഷേകം, അത് പടിയേറ്റിന് മുമ്പുള്ള പ്രധാന ചടങ്ങാ. സാഗരതീർത്ഥം, ഗംഗാതീർത്ഥം, പത്മതീർത്ഥം, ഈ തീർത്ഥങ്ങൾ കൊണ്ടാ തീർത്ഥാഭിഷേകം നടത്തുക. സപ്തസാഗരങ്ങളുടെയും ജലമിശ്രം സാഗരതീർത്ഥം. അത് കുട്ടിയുടെ സകല പാപങ്ങളും കഴുകിക്കളയും. ഗംഗാതീർത്ഥം അവളെ പരിശുദ്ധിയാക്കും. പത്മതീർത്ഥാഭിഷേകത്തോടെ മായ ഉദയപുരം സ്വരൂപത്തിലേക്ക് ദത്തെടുക്കാൻ യോഗ്യാവും. പിന്നെ മണ്ഡപത്തിലെ 3 പടികളും ചവിട്ടിക്കയറി പീഠത്തിലിരുന്നു കഴിഞ്ഞാൽ അവൾ മകം തിരുനാൾ മായത്തമ്പുരാട്ടിയാവും. ഈ ചടങ്ങുകളൊക്കെ നടക്കുമ്പോ ആ കുട്ടിയുടെ തലയിൽ കിരീടം ഉണ്ടാവുമോ? അല്ല, ഇവിടെ രഹസ്യ സൂക്ഷിച്ചിരിക്കുന്ന ആ കിരീടം മായയെ ചൂടിക്കുമെന്നറിയാനാ. ഇവിടെ രഹസ്യ കിരീടം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാം. അല്പം സ്വാതന്ത്ര്യം നന്നായി കൊട്ടാരത്തിന്റെ അടിത്തറ കൊണ്ടാ നീ നോക്കുമല്ലോ. അറിയേണ്ടത് മാത്രം ഇയാൾ അറിഞ്ഞാ മതി. അല്ലാത്തതിനെ കുറിച്ച് മേലിൽ സംസാരിച്ചു പോരുത്. മനസ്സിലായോ? മനസ്സിലായി. ആ കിരീടം കാണാൻ പോലും എനിക്ക് അവകാശമില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ അവകാശിയാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ എന്നെ എന്റെ അമ്മ ഇവിടെ നാട്ടി പായിച്ചത്. അതിനു വേണ്ടി തന്നെയാണല്ലോ എന്റെ അച്ഛനെ കഷ്ണം കഷ്ണമായി അങ്ങ് വെട്ടി നുറുക്കിയത്. അരുത് വീരേന്ദ്ര, നീ ഇങ്ങനെ ഒന്നും പറയരുത്. എനിക്ക് ആ പാപത്തിൽ പങ്കില്ല. പത്മിനിക്ക് വേണ്ടിയാ ഞാനത് വാദിച്ചത്. പക്ഷെ അതൊക്കെ വല്യമ്മാമയുടെ കാലത്തല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനത് വിശ്വസിക്കില്ല. ആ രക്തക്കറ അങ്ങയുടെ കൈകളിലും മനസ്സിലും ഇപ്പോഴും ഉണ്ട്. കിരീടത്തെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചപ്പോ അങ്ങയുടെ കണ്ണുകളിലും ഞാനത് കണ്ടു. വീരേന്ദ്ര, എങ്കിലാ കിരീടം കാണാനുള്ള യോഗ്യത പോലെ എനിക്കില്ലെന്ന് അങ്ങ് പറയുവോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്നാൽ ആ കിരീടം ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം. ആ,
ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? ഇനി നിന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും എന്നെക്കുറിച്ചൊരു സംശയം ബാക്കിയുണ്ടാവരുത് കുട്ടി. അറിയാതെയാണെങ്കിലും അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം.